പ്രേക്ഷകർക്ക് ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ ആ സ്ഥലത്ത്, കുട്ടിയെ കണ്ടെത്തിയ ആ സ്ഥലത്ത് അവിടെ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. എ വി ജയശങ്കർ ഉണ്ട് അവിടെ. ജയശങ്കർ, പറയൂ. അതായത് ഉന്മേഷ്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. ഇത് റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഒരു കാട് പിടിച്ച പ്രദേശമാണ്. ഇതിനടിയിൽ ഒരു ഓടയുണ്ട്. ഈ ഓടയിലാണ് അല്പസമയം മുമ്പ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. ഇവിടെ പോലീസ് ഉൾപ്പെടെയുള്ള പോലീസിന്റെ സംഘം ഈ സ്ഥലത്ത് പരിശോധന നിലവിൽ നടത്തുന്നുണ്ട്. ഇവിടെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമാണ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഈ സംഭവം നടന്ന ഘട്ടത്തിൽ ഈ പ്രദേശത്ത് ഉൾപ്പെടെ പോലീസും മറ്റും പരിശോധന നടത്തിയിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഇവിടെ നിന്നൊരു കുട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ രാത്രി ഏറെ വൈകി പോലീസ് അന്വേഷണം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ആ കുട്ടിയെ ഈ റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഓടയിൽ നിന്ന് കണ്ടെത്തുന്നത്. എന്തായാലും കാട് പിടിച്ചൊരു പ്രദേശമാണ്. ഇവിടെ കുട്ടിക്ക് തന്നെ എത്താൻ സാധിക്കാത്തൊരു പ്രദേശമാണ്. ആരെങ്കിലും കൊണ്ടുവന്നിടാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഈ സ്ഥലത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ, തെളിവുകൾ ഉണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആർപ്പുളവിള ദേവീക്ഷേത്രത്തിനടുത്തുള്ള പ്രദേശത്ത് നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. അതായത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും ഇവിടെ പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ കുറ്റിക്കാട്ടിലാണ് കുട്ടിയെ ഉപേക്ഷിക്കുന്നത്. വളരെ വിജനമായൊരു പ്രദേശമാണ്. ഇവിടെ ഈ കാടിനടിയിലുള്ള ഓടയിൽ നിന്നാണ് ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നത്. നാട്ടുകാരായ ചില ആളുകൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ രാവിലെ ഇവിടെ ഇങ്ങനെ കുട്ടിയെ എന്തെങ്കിലും കണ്ടിരുന്നു? ഇല്ല. ഇവിടെ ഇപ്പോഴാണ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത്. അതായത് രാവിലെ മുതലേ അവർ തിരക്കിലാണ്. ഇപ്പൊ ഇത് ആരോ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് പോയ കേസ്. എക്സാക്ട് ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ആർപ്പുളാവും ക്ഷേത്രം. അതായത് നാട്ടുകാരെല്ലാം തന്നെ ഉന്മേഷ് പറയുന്നത് രാവിലെ പോലീസ് ഉൾപ്പെടെ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ആ ഘട്ടത്തിലൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോഴാണ് ഇവിടുന്ന് കുട്ടിയെ കണ്ടെത്തുന്നത്. എന്തായാലും ആരെങ്കിലും ഉപേക്ഷിച്ചതാകാൻ തന്നെയാണ് നാട്ടുകാരുടെയും അഭിപ്രായം. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കാട് പിടിച്ച വിജനമായൊരു പ്രദേശമാണ്. കുട്ടിക്ക് ഒരു കാരണവശാലും ഒറ്റയ്ക്കെത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ ഇത് ആരെങ്കിലും ഉപേക്ഷിച്ചതാകാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.